പ്രിയപ്പെട്ട അരുൺ കൈതപ്പുറം, ഹേമന്ത് ഉൾപ്പെടെയുള്ള യുവമോർച്ച നേതാക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ, മാധ്യമപ്രവർത്തകരെ, സഹോദരി സഹോദരൻ, കേരളത്തിലെ PSC നടക്കുന്ന അഴിമതിക്കെതിരാണ് ഈ സമരം. PSCയുടെ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെടുത്തിയ നിരവധി ക്രമക്കേടുകൾക്കെതിരാണ് ഈ സമരം. യുവമോർച്ച ആവശ്യപ്പെടുന്നത് കേരളത്തിലെ PSC നടത്തിയിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ച് CBI അന്വേഷണം നടത്താനാണ്. കേരളത്തിലെ VD സതീശന്റെ പോലീസും വിജിലൻസും അന്വേഷണം നടത്തിയത് കൊണ്ടൊന്നും PSCയുടെ തട്ടിപ്പും വിവേചനവും സ്വജനപക്ഷപാതവും കൊണ്ട് റാങ്ക് ലിസ്റ്റിലുള്ളവരെ നിയമിക്കാതെ, അതുപോലെ തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ കേരളത്തിലെ അഭ്യസ്തവിദ്യരായി കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന നിരവധി, പ്രത്യേകിച്ച് LP സ്കൂൾ ടീച്ചർമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതീകാത്മകമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ മണ്ണും പുല്ലും തിന്നവർ സമരം നടത്തുകയാണ്, അവർ മുട്ടുകുത്തി സമരം നടത്തുകയാണ്. പക്ഷേ ആ സമരത്തെ VD സതീശൻ്റെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. സതീശനും കൂട്ടരും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരാഭാസങ്ങൾക്ക് പിറകിലാണ്. ഏറ്റവും അവസാനം വരുന്ന വാർത്ത ജാർഖണ്ഡിൽ നിന്നാണ്. ജാർഖണ്ഡിൽ ഇതുപോലെ PSC തട്ടിപ്പെതിരെ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയുള്ള സമരത്തിന് മുന്നിൽ അവിടുത്തെ PSC ചെയർമാൻ രാജിവെച്ചിരിക്കുന്നു. ജാർഖണ്ഡിലെ PSC ചെയർമാൻ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ PSC ചെയർമാൻ 10 തവണ രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കറിയാം, ആസൂത്രണ ബോർഡിലേക്ക് നടന്നിട്ടുള്ള ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അന്വേഷണ ഏജൻസികൾ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. പിണറായി വിജയന്റെ ഉത്തരവനുസരിച്ച് CPMന്റെ ഇടതുപക്ഷ സംഘടനയിൽ ഒരാളെ നിയമിക്കുന്നതിന് വേണ്ടി ചോദ്യം ചോർത്തുക മാത്രമല്ല, അവർക്ക് വേണ്ടപ്പെട്ട ആൾ പരീക്ഷ എഴുതിയപ്പോൾ അവൻ അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തു. വിചിത്രമാണ് കേരളത്തിലെ അവസ്ഥ. അങ്ങനെയുള്ള നിരവധി തട്ടിപ്പുകൾ നടത്തിയ ഈ PSC ചെയർമാനെ, ഈ PSCയെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഈ PSCയെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് VD സതീശൻ വലിയ താത്വികമായ അഭിപ്രായങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇത് ഭരണഘടനാ സ്ഥാപനമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. മിസ്റ്റർ VD സതീശൻ, നിങ്ങൾക്ക് ഒന്നും ഭരണഘടനയെ സംബന്ധിച്ച് കൃത്യമായ അറിവില്ലാത്തത് കൊണ്ടാണ്. കാരണം ഇന്ത്യയുടെ ഭരണഘടനയിൽ PSC ചെയർമാനെ റിമൂവ് ചെയ്യുന്നതിന് അണ്ടർ ആർട്ടിക്കിൾ 317 ഉണ്ട്. അതിൻ്റെ ഉപവകുപ്പ് അനുസരിച്ച് എല്ലാ വിവരങ്ങളും, എല്ലാ വിശദാംശങ്ങളും, എല്ലാ തെളിവുകളും പരാതികളും നമ്മുടെ രാഷ്ട്രപതിക്ക് കൊടുക്കാൻ VD സതീശൻ തയ്യാറായാൽ രാഷ്ട്രപതി അത് പരിശോധിച്ച് സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യും. ആ റെഫർ ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ കേരളത്തിലെ ഗവർണർക്ക് ഈ കള്ള PSC ചെയർമാനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ഭരണഘടന തന്നെ നൽകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി അല്ല, ഈ പോക്കിരി മുഖ്യമന്ത്രി ഇവിടെ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. എനിക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തോട് പറയാനുള്ളത്, VD സതീശനെ വിശ്വസിക്കേണ്ടതില്ല. ഇവിടുത്തെ യുവാക്കളുടെ, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് ഈ PSCയെ പിരിച്ചുവിടുന്നതിനാവശ്യമായ നടപടികളുമായി തെളിവുകൾ ശേഖരിച്ച് രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. കാരണം ഇവിടെ പിണറായി വിജയനെതിരായിട്ടുള്ള, അവരുടെ അഴിമതിക്കെതിരായിട്ടുള്ള സമരങ്ങൾ
കേന്ദ്ര ഏജൻസി ഇടപെട്ടപ്പോഴാണ് പിണറായി വിജയന്റെ പൊന്നുമോളെ ED ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ സ്വത്തായ സ്വത്തുക്കളും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളും റദ്ദാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലുള്ള നിയമ പോരാട്ടം, ഇത്തരം ത്യാഗപൂർണമായ സമരത്തിനൊപ്പം ഏറ്റവും കൃത്യമായ തലത്തിലുള്ള ഇടപെടലുകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ PSCയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം നമുക്കറിയാം. മഹാരാഷ്ട്രയിൽ അതുപോലെ തന്നെ UPയിൽ നമ്മളെക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ളതാണ്. പക്ഷെ അവിടെയൊക്കെ PSC അംഗങ്ങൾ 10-12 ആളുകളേ ഉള്ളൂ. ഈ കേരളത്തിൽ 21 ആളുകൾ. എങ്ങനെയാണ് ആ 21ലേക്ക് എത്തിയത്? LDFനും UDFനും പങ്കുണ്ട്. ഇവിടെ പാർട്ടികൾ പിളരും തോറും വളരും തോറും പിളരുകയും ചെയ്യുന്ന ഈർക്കിൽ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് പോലും PSC അംഗത്വം കൊടുക്കുന്നു. പിണറായി വിജയൻ ചെയ്ത എന്താണെന്നറിയോ? INL എന്ന പാർട്ടിക്ക് ഒരു PSC മെമ്പർ സ്ഥാനം കൊടുത്തു. INLന്റെ നേതാക്കന്മാർ 50 ലക്ഷം അതിന് കൈക്കൂലി വാങ്ങി. അതിന്റെ പേരിൽ കോഴിക്കോട് INL ഓഫീസിൽ കൂട്ടടിയുണ്ടായി. അതുപോലെ തന്നെ പിണറായി വിജയന്റെ മരുമകൻ ഒരു PSC നിയമനവുമായി ബന്ധപ്പെട്ട് മരുമകന് കൊടുക്കാൻ വേണ്ടി 50 ലക്ഷം കൈക്കൂലി വാങ്ങിയ വിവാദം കോഴിക്കോട്ടുണ്ടായി. ഒരു CPM ലോക്കൽ നേതാവിന് അതിന്റെ പേരിൽ ശിക്ഷിക്കേണ്ടി വന്നു. അതുകൊണ്ട് കേരളത്തിൽ PSC എന്ന് പറയുന്നതിന്റെ ആ സിസ്റ്റം തന്നെ ഏറ്റവും തെറ്റാണ് എന്ന് മനസ്സിലാക്കണം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ വരുമാന നമ്മുടെ പദ്ധതി, നമ്മുടെ സർക്കാർ ചെലവ് കുറച്ചു കൊണ്ടുവരണമെന്നൊക്കെ വലിയ ധനതത്വശാസ്ത്രത്തെ സംബന്ധിച്ച് അറിവുള്ള ആളെ പോലെ VD സതീശൻ പ്രതിപക്ഷ നേതായപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുണ്ടായി? അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളുടെ എണ്ണം അദ്ദേഹം കുറച്ചോ? ഇല്ല. അതുകൊണ്ട് PSC മെമ്പർമാരുടെ എണ്ണം കുറക്കാൻ ഈ VD സതീശൻ തയ്യാറാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് VD സതീശനോട് ഞങ്ങൾ ചോദിക്കുന്നത്, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 317 അനുസരിച്ച് ഈ PSC ചെയർമാനെ പുറത്താക്കാൻ നമ്മുടെ രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാൻ VD സതീശന് തൻ്റെ ഇടമുണ്ടോ എന്ന് ഈ സമര മുഖത്ത് വെച്ച് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, ഈ കേരളത്തിലെ നാശം എന്ന് പറയുന്നത് LDFന്റെയും UDFന്റെയും തെറ്റായ നയങ്ങളാണ്. ആ നയങ്ങൾക്കെതിരായി അതിശക്തമായ വികാരം ഈ സംസ്ഥാനത്തുണ്ട്. ആ വികാരത്തിന്റെ പ്രതിഫലനമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ള ഈ സമരം. ഈ ഉജ്ജ്വലമായ സമരത്തിന് നേതൃത്വം നൽകിയ ഭാരതീയ യുവമോർച്ച പ്രവർത്തകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സമരങ്ങളും ത്യാഗവും വിഫലമാകില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് PSC ചെയർമാനെ പുറത്താക്കണം. ഈ നാട്ടിലെ യുവാക്കൾക്ക് സംരക്ഷണം നൽകണം, ആ പ്രതിഭകൾക്ക് ജോലി നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത് മാതാ കി.